വീട്ടിൽ നിങ്ങളെ താമസിപ്പിക്കാൻ ഞാൻ അനുവദിച്ചത് ചെറിയച്ഛനും കിരണും തമ്മിലുള്ള ബന്ധം തെളിയിക്കാനാ. പക്ഷെ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? നേരം വെളുത്ത രാത്രി വരെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആരാ ശരി ആരാ തെറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ ഈ വീട്ടിൽ വന്നേ പിന്നെ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ. സത്യം പറ ദുർഗ, എന്താ നിങ്ങളുടെ പ്രശ്നം ശരിക്കും? നിങ്ങൾ ഇവിടെ ശരിക്കും നിൽക്കുന്നത് കിരൺ ആരാണെന്ന് പ്രൂവ് ചെയ്യാനാണോ അതോ അക്ഷിതയോടും പൃഥ്വിയോടും വഴക്കുണ്ടാക്കാനാണോ? പറ ദുർഗ. ഈ വീട്ടിലെ സന്തോഷം മുഴുവൻ പോയി. എപ്പോഴും വഴക്കും ബഹളവും മാത്രം. ചേച്ചി എന്തായി പറയുന്നത്? ഇവിടെ ആരെന്ത് ഞങ്ങളോട് ചെയ്താലും ഞങ്ങൾ മിണ്ടാതെ നിന്ന് എല്ലാം സഹിക്കണോ? ഇവിടെ ആരെന്ത് ചെയ്തു എന്നാ പറയുന്നത് ദുർഗ? പൃഥ്വിയാണ് ഇത് ചെയ്തെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യില്? ഉണ്ട്. കിരണിനെ കൊല്ലാൻ നോക്കിയത് ചേച്ചിയുടെ അനുജൻ പൃഥ്വിയാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ഒരു മിനിറ്റ്. ഈ വാച്ച് ആരുടെയാണെന്ന് ചേച്ചിക്കറിയും. ഈ വാച്ച് ഞാൻ പൃഥ്വിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണല്ലോ. ഈ വാച്ച് കിരണിനെ ഉപദ്രവിച്ച സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. പൃഥ്വിയുടെ വാച്ച് അവിടെ എങ്ങനെയാ വന്നത്? ഞാൻ ഒരിക്കലും വെറുതെ പൃഥ്വിയെ കുറ്റം പറഞ്ഞതല്ല. അവനാണിത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് കരുതി ഒരാളെ കൊല്ലാൻ നോക്കുന്നതൊക്കെ ശരിയാണോ? കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ട് കിരൺ രക്ഷപ്പെട്ടു. ഞാനവിടെ ചെല്ലാതിരുന്നെങ്കിലോ കിരണിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? പൃഥ്വി ചെയ്തത് വലിയ തെറ്റാ ചേച്ചി. ഇപ്പോഴേ ഞാനും കിരണും അനാഥരായിട്ടാ ജീവിക്കുന്നത്. ഇനി കിരണ കൂടി എനിക്ക് നഷ്ടമായ. സോറി ദുർഗ, പൃഥ്വി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവനെന്താ ഇങ്ങനെ ആയത്? ഒരാളെ കൊല്ലാൻ പാകത്തിനുള്ള മനസ്സെങ്ങനെയാ വന്നതെന്ന് എനിക്ക് അറിയില്ല. ചേച്ചിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ചേച്ചി പൃഥ്വിയെ കാണുന്നത് പോലെയാ ഞാൻ അക്ഷിതയെ കാണുന്നത്. അവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എന്റെ അനുജത്തി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കി. ചേച്ചിയുടെ അനുജൻ ചെയ്തത് ക്രിമിനൽ കുറ്റം. പൃഥ്വിക്ക് എങ്ങനെയാ ഈ ഗുണ്ടകളുമായിട്ടെല്ലാം ബന്ധം ഉണ്ടായത്? ഏത് നേരവും എന്റെ അനിയൻ എന്ന് പറയുന്ന ചേച്ചി ഇതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഇനി ചേച്ചി പറ, ഞാൻ പൃഥ്വിയോട് സോറി പറയണോ? വേണ്ട ദുർഗ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യം മറ്റാരും അറിയണ്ട. ഇവിടെ ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നോക്കട്ടെ, നല്ല വേദനയുണ്ടോ? നല്ല വേദന. എന്താ ഇങ്ങനെ? ഒന്നുമില്ല. കാലം പെയ്യും പോലെ മനസ്സാകവേ മേലെ മേലെ ചായം തൂവും നീലാകാശം പോലെ മോഹം പോരു പോരു തേടി പോകാം കാലങ്ങൾ ദൂരെ. മേലെ മേലെ ചായം തൂവും നീലാകാശം പോലെ മോഹം പോരു പോരു തേടി പോകാം കാലങ്ങൾ. ഓഹോ, അങ്ങനെയാണോ? നല്ല വേദനയാണോ കിരൺ? ഓ, അയ്യോ അമ്മേ, വേദനിക്കുന്നേ.
ആ കുഴപ്പമില്ല. അല്ല ഭയങ്കര വേദന. ഓ അങ്ങനെയാണല്ലേ. ഒരു മിനിറ്റ്. ഇതിപ്പോ താഴെ വീണേനെ. നല്ല വേദനയാണെങ്കിലും ക്യാച്ച് ഒക്കെ പിടിക്കുന്നുണ്ടല്ലോ. അയ്യോ അമ്മേ എന്തൊരു വേദന. അയ്യോ ആ ക്യാച്ച് എടുക്കാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്തു. ഓ പറ്റുന്നില്ല. തടവി തരൂ. താൻ തടവിപ്പോ വേദനയ്ക്ക് നല്ല കുറവുണ്ടായിരുന്നു. തടവിക്കും. ഒന്ന് പോയേ കിരൺ, വെറുതെ കള്ളത്തരം കാണിക്കാതെ. ശരിക്കും വേദനയാണെന്ന് ഓർത്ത് വിഷമിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. കൺകാണും സ്വപ്നം നേരായി മാറ്റും ഇതെന്താ പകരത്തിന് പകരമാണോ? ഇത് ഒറിജിനലാ. ഒറിജിനല്ലോ?